ശ്രീ ഷാജു ജോസഫ്, ആർ എസ് എസിനെ തള്ളി ഇപ്പോൾ ജെ പി നദ്ദ രംഗത്ത് വന്നിരിക്കുന്നു. ആർ എസ് എസിൻ്റെ സഹായം ബി ജെ പിക്ക് ആവശ്യമില്ലെന്നും ആർ എസ് എസ് സഹായം ആവശ്യമായിരുന്ന കാലഘട്ടത്തിൽ നിന്നും പാർട്ടി വളർന്നുവെന്നാണ് ജെ പി നദ്ദ പറയുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഘട്ടത്തിൽ ജെ പി നദ്ദയുടെ ഈ ഒരു പ്രസ്താവന എങ്ങനെ നോക്കിക്കാണുന്നു? റിപ്പോർട്ട് ചെയ്തതാണ്. എന്നാൽ ഈ ഒരു പ്രസ്താവനയെ കുറിച്ച് അതിന്റെ ആഴത്തിലുള്ള വിശദാംശങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ രാജ്യത്തെ പ്രധാനപ്പെട്ട നമ്മൾ ഗോദി മീഡിയ എന്ന് പറയുന്ന മീഡിയ ചാനലുകളൊന്നും മുന്നോട്ട് വന്നില്ല എന്നതുകൊണ്ടാണ് ഇപ്പോൾ പത്രങ്ങളിലൂടെ ഇത് കൂടുതൽ ശക്തമായി വെളിയിൽ വരുന്നത്. ഒരു കാര്യം നമുക്കറിയാം, RSSന്റെ ചട്ടക്കൂട്, RSSന്റെ ഐഡിയോളജി, RSS മുന്നോട്ട് വയ്ക്കുന്ന ചില ആവശ്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കുന്നതിന് വേണ്ടി RSS ശ്യാമപ്രസാദ് മുഖർജിയും ഒക്കെ ചേർന്ന് ഉണ്ടാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP എന്ന് നമുക്കില്ല. ഭാരതീയ ജനസംഘിൽ നിന്ന് BJP ആയി മാറുന്ന ഒരു കാലഘട്ടം. അതിൽ നിന്നൊക്കെ BJP കഴിഞ്ഞ 10 വർഷം കൊണ്ട് വളർന്നു വലുതായി എന്ന് BJPയുടെ ദേശീയ പ്രസിഡന്റ് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്, വാജ്പേയിയുടെ കാലത്ത് തന്നെ RSSും അന്നത്തെ വാജ്പേയി ഗവൺമെന്റും തമ്മിൽ അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതിന്റെ കാരണവും വാജ്പേയി RSSന്റെ തണലിൽ മാത്രം നിന്നുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെയും അതിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഭരണവും നടക്കില്ല എന്ന് വളരെ വ്യക്തമായി അന്ന് പറഞ്ഞിരുന്നതിന്റെ ഭാഗമായിട്ടാണ് RSS വാജ്പേയിയുടെ ഗവൺമെന്റിനെ പല പ്രാവശ്യം പരസ്യമായി വിമർശിക്കുകയുണ്ടായി. അതിനുശേഷം 2009 തെരഞ്ഞെടുപ്പ് എത്തിയപ്പോഴേക്കും 2004 തെരഞ്ഞെടുപ്പിൽ വാജ്പേയിയുടെ ഭരണം സഹിക്കുകയും BJP പരാജയപ്പെടുകയും 2009 ലാൽകൃഷ്ണ അഡ്വാനിയെ മുന്നിൽ വെച്ചുകൊണ്ട് BJP ഭരണത്തിലേക്ക് തിരിച്ചു വരുവാൻ നടത്തിയ ശ്രമം പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, അന്ന് അഡ്വാനി അതിന് തൊട്ടു മുൻപ് പാകിസ്ഥാനിൽ പോവുകയും മുഹമ്മദ് അലി ജിന്ന സെക്കുലർ ആണ് എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവനയോടുകൂടി 2009 അഡ്വാനി തെരഞ്ഞെടുപ്പിൽ നിന്നും മാറി നിൽക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ 2009 RSSന്റെ സഹകരണം ഇല്ലാത്ത എല്ലാ തെരഞ്ഞെടുപ്പുകളിലും BJP പരാജയപ്പെടുന്നത് ഈ ഭാരതത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലുണ്ട്. JP നഡ്ഡയുടെ ഇന്നലത്തെ പ്രസ്താവന എന്ന് പറയുന്നതിന്റെ പുറകിലെ കാരണം ഈ RSSുമായി BJPയുടെ ചില അകൽച്ചയുണ്ട്. അത് സത്യമായി പറയാൻ RSS മുന്നോട്ട് വന്നിട്ടില്ല എങ്കിൽ പോലും മോദി സർക്കാരിന്റെ ചില നീക്കങ്ങളും പ്രത്യേകിച്ച് നരേന്ദ്രമോദി എടുത്ത ചില നടപടികൾ, അതിനോട് RSSന് വലിയ അകൽച്ചയുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ നരേന്ദ്രമോദി രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടത്തുന്നതിനെ നേരിട്ട് എതിർത്ത ശങ്കരാചാര്യന്മാരുടെ അഭിപ്രായത്തോട് RSSന്റെ നേതൃത്വത്തിന്, പ്രത്യേകിച്ച് മോഹൻ ഭാഗവത്തിന് ആ ശങ്കരാചാര്യന്മാരുടെ അഭിപ്രായം പൂർണ്ണമായി എന്നൊരു ഒരു നയമുണ്ടായിരുന്നു. എങ്കിൽ പോലും പരസ്യമായി തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സമയത്ത് RSSും അതുപോലെ തന്നെ BJPയും തമ്മിലുള്ള അകൽച്ച പരസ്യപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് അന്ന് മോഹൻ ഭാഗവത് അവിടെ എത്തുന്നത്. JP നഡ്ഡയുടെ ഇന്നലത്തെ പ്രസ്താവന, ആ പ്രസ്താവനയിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് അത് RSSന് BJP കൊടുക്കുന്ന ഒരു സിഗ്നലാണ്. പഴയ BJP അല്ല ഇതെന്നും ഈ BJPക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശക്തിയായെന്നും RSSന്റെ ചട്ടക്കൂടിൽപ്പെടുത്തി മോദിയെയോ BJPയെയോ നിർത്താൻ ഇന്നത്തെ RSS നേതൃത്വം ശ്രമിക്കരുത് എന്ന ഒരു മെസ്സേജും കൂടി, ഒരു സന്ദേശം കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് JP നഡ്ഡ എന്ന് പറയുന്ന BJPയുടെ ദേശീയ അധ്യക്ഷന്റെ ഈ പ്രസ്താവന BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലും RSS എന്ന് പറയുന്ന
സംഘടനയും തമ്മിൽ നിലവിൽ നമ്മൾക്ക് പരസ്യമായി നമ്മൾ അറിയാത്ത ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. വ്യക്തമാണ്. വളരെ നന്ദി ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്.